ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഫിസിക്സ് ക്ലാസ്. സോ ഇന്ന് നമ്മൾ +2 ഫിസിക്സിലെ ആദ്യത്തെ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് ഏറ്റവും ആദ്യം പറയാൻ പോകുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ്. എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇലക്ട്രോ മീൻ ചാർജ് ആണ്, സ്റ്റാറ്റിക് മീൻസ് റെസ്റ്റ് ആണ്. സോ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ഫോഴ്സ്, ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ അറൈസിങ് ഫ്രം സ്റ്റാറ്റിക് ചാർജ്. റെസ്റ്റിലുള്ള ഒരു ചാർജ് അത് കാണിക്കുന്ന പ്രോപ്പർട്ടീസിനെ കുറിച്ച് പറയുന്ന ഫിസിക്സിൻ്റെ ബ്രാഞ്ചിനെയാണ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. സോ ദെൻ നമ്മൾ ആദ്യം തന്നെ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ചാർജ് ആൻഡ് ദെയർ പ്രോപ്പർട്ടീസ് ആണ്. സോ എന്താണ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചാർജ് ഈസ് ആൻ ഇൻട്രിൻസിക് പ്രോപ്പർട്ടി ലൈക്ക് മാസ് associated with the matter due to which it produces and experience electric and magnetic effect ആണ്. നമുക്കറിയാം, ഒരു മെറ്റീരിയൽ ഏതൊരു ബോഡി എടുത്തു കഴിഞ്ഞാലും അതിന് മാസ് ഉള്ള പോലെ, ഏതൊരു മാറ്ററിനും മാസ് ഉള്ള പോലെ ആ ബോഡിയിൽ ഉണ്ടാകുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പ്രോപ്പർട്ടിയാണ് ഈ പറയുന്ന ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു ബോഡി ചാർജ്ഡ് ആവുന്നത് എന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം, ഏതൊരു മാറ്റർ എടുത്തു കഴിഞ്ഞാലും ആ മാറ്റർ ആറ്റം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മളൊരു ആറ്റത്തിനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ആറ്റത്തിന് ന്യൂക്ലിയസും ഉണ്ട്, ഇലക്ട്രോൺസ് അതിനകത്ത് റിവോൾവ് ചെയ്യുന്നുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ അതെപ്പോഴും ഇലക്ട്രിക്കലി ന്യൂട്രലാണ് താനും. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു ആറ്റത്തിനെ കൺസിഡർ ചെയ്യുമ്പം ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ പ്രോട്ടോൺസും ഉണ്ട്, ന്യൂട്രോൺസും ഉണ്ട്. ഇതിലെ പ്രോട്ടോൺ എന്ന് പറയുന്നത് പോസിറ്റീവ്ലി ചാർജഡ് ആണ്. അതേപോലെ ഈ പറയുന്ന ഓർബിറ്റിനകത്ത് ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നുണ്ട്. ഈ ഇലക്ട്രോണിൻ്റെ ചാർജ് എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവാണ്. നമ്മളെപ്പോഴും ഒരു ന്യൂട്രൽ ആറ്റം നോക്കി കഴിഞ്ഞാൽ, ആറ്റം ബേസിക്കലി ന്യൂട്രലാണ്. നമ്മളൊരു ആറ്റം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇലക്ട്രോൺ എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവ്ലി ചാർജഡ് ആണ്. ഇലക്ട്രോൺ ഈസ് നെഗറ്റീവ്ലി ചാർജഡ് ആണ്. അപ്പോൾ നമ്മളൊരു ആറ്റത്തിനെ നോക്കിക്കഴിഞ്ഞാൽ ആറ്റം എപ്പോഴും ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിരിക്കും. ഇലക്ട്രിക്കലി ന്യൂട്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന നമ്പർ ഓഫ് പ്രോട്ടോൺസിൻ്റെ എണ്ണവും നമ്പർ ഓഫ് ഇലക്ട്രോൺസിൻ്റെ എണ്ണവും സെയിം ആണ്. അതേപോലെ തന്നെ ചാർജ് ഓഫ് പ്രോട്ടോണിൻ്റെ ചാർജ് എടുത്തു കഴിഞ്ഞാലും അതേപോലെ തന്നെ ഇലക്ട്രോണിൻ്റെ ചാർജ് എടുത്തു കഴിഞ്ഞാലും സെയിം മാഗ്നിറ്റ്യൂഡാണ് വരുന്നത്. പക്ഷേ അവർ ഓപ്പോസിറ്റ് ആണ്. അതായത് നമുക്കറിയാം, ചാർജ് രണ്ട് ടൈപ്പാണുള്ളത്, ഒന്ന് പോസിറ്റീവ് ചാർജും ഒന്ന് നെഗറ്റീവ് ചാർജും. അതിൽ പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജുമാണ്, ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജുമാണ്. സോ അവർ തമ്മിൽ എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്ത് പോവുകയാണ്. അപ്പോൾ നമ്മളൊരു മാറ്റർ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ആറ്റം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. എപ്പോഴും എല്ലാ മാറ്ററും എന്താണ്? ഇലക്ട്രിക്കലി ന്യൂട്രലാണ്. അപ്പോൾ നമ്മൾ ഏതൊരു മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് യഥാർത്ഥത്തിൽ എന്തുണ്ട്? ചാർജിൻ്റെ പ്രസൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴാണ് ഒരു ബോഡി പോസിറ്റീവ്ലി ചാർജഡ് ആവുന്നത് അല്ലെങ്കിൽ നെഗറ്റീവ്ലി ചാർജഡ് ആവുന്നത്? അപ്പോൾ നമുക്ക് ഈ ഒരു പറയുന്ന അതെങ്ങനെയാണ് വരുന്നത് എന്നൊന്ന് നോക്കാം. സോ നമ്മൾ ഈ ഒരു ന്യൂട്രൽ ആറ്റമാണ് എല്ലാ മെറ്റീരിയലും ബിൽഡ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ച് ഇലക്ട്രോൺസിനെ എന്തെങ്കിലും ഒരു ഈ പറയുന്ന മെറ്റീരിയലിൽ നിന്നും റിമൂവ് ചെയ്തു. അപ്പോൾ കുറച്ച് ഇലക്ട്രോൺസ് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എം റിമൂവിങ് ഫ്യൂ ഇലക്ട്രോൺസ്. കുറച്ച് ഇലക്ട്രോൺസിനെ ഞാൻ എന്ത് ചെയ്തു? ഈ പറയുന്ന ന്യൂട്രലായ ആറ്റത്തിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോയി. കുറച്ച് എനർജി യൂസ് ചെയ്തുകൊണ്ട് ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്തു. അതായത് നമ്മളിവിടെ നോക്കുന്ന സമയത്ത് ഇലക്ട്രോൺ റിമൂവ് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബോഡി നമ്മൾ നോക്കുന്ന സമയത്ത് അവിടെ നമ്പർ ഓഫ് പ്രോട്ടോൺസ് വിൽ ബി ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. നമുക്കറിയാം, പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് ആണ്, ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ആണ്. അപ്പോൾ എക്സസ് പ്രോട്ടോൺ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബോഡി എന്തായി മാറി? പോസിറ്റീവ്ലി ചാർജ്ഡ് ആയി മാറി. ഇങ്ങനെയാണ് നമ്മളൊരു മെറ്റീരിയലിനെ പോസിറ്റീവ്ലി ചാർജ്ഡ് ആക്കുന്നത്. പോസിറ്റീവ്ലി ചാർജ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മെറ്റീരിയലിൽ നിന്നും ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ നമുക്കറിയാം, മാസ് ഓഫ് ഇലക്ട്രോൺ എത്രയാണ്? മാസ് ഓഫ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9.1 × 10⁻31 കിലോഗ്രാമാണ്. അപ്പോൾ ഒരു ന്യൂട്രലായ ബോഡിയെ പോസിറ്റീവ്ലി ചാർജഡ് ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നും കുറച്ച് ഇലക്ട്രോൺസ് റിമൂവ് ചെയ്യുകയാണല്ലോ. ഓരോ ഇലക്ട്രോണും പുറത്തേക്ക് പോകുമ്പോഴും 9.1 × 10⁻31 കിലോഗ്രാം ഓഫ് മാസ് എന്ത് ചെയ്യുന്നുണ്ട്? റിഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു മെറ്റീരിയൽ പോസിറ്റീവ്ലി ചാർജ്ഡ് ആവുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മെറ്റീരിയലിൻ്റെ മാസ് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മാസ് ഈസ് റെഡ്യൂസ്ഡ് വെൻ എ ബോഡി ഈസ് ഗെറ്റിംഗ് പോസിറ്റീവ്ലി ചാർജ്ഡ്. ആ കാര്യം ഒന്ന് മനസ്സിലാക്കുക. മാസ് എന്ത് ചെയ്യുന്നു? റിഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ എങ്ങനെയാണ് നമ്മളൊരു മെറ്റീരിയലിനെ നെഗറ്റീവ്ലി ചാർജ്ഡ് ആക്കുന്നത്? ഇതൊരു ന്യൂട്രൽ മെറ്റീരിയൽ ആണെന്ന് കൺസിഡർ ചെയ്യാം. ദെൻ ഞാൻ കുറച്ച് ഇലക്ട്രോൺസിനെ എന്തെങ്കിലും എനർജി യൂസ് ചെയ്തുകൊണ്ട് ഈ പറയുന്ന മെറ്റീരിയലിനകത്തേക്ക് ആഡ് ചെയ്യാം.
ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ്. നമുക്കറിയാം ഇലക്ട്രോൺസിന് നെഗറ്റീവ് ചാർജ് അല്ലേ, ഇലക്ട്രോൺസിന് നെഗറ്റീവ് ചാർജ് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബോഡി എന്ത് ചെയ്തു, നെഗറ്റീവ് ചാർജ് അക്വയർ ചെയ്തു. അപ്പോൾ നമുക്കറിയാം മാസ് ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് എത്രയാണ്, 9.1 × 10⁻³ കിലോഗ്രാം ആണ്. അപ്പോൾ പുറത്ത് നിന്നും ഇലക്ട്രോൺസിന് ഈ മെറ്റീരിയലിലേക്ക് ആഡ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ ദ ബോഡി ഗെറ്റിംഗ് നെഗറ്റീവ്ലി ചാർജ്ഡ് ദ മാസ് വിൽ ഇൻക്രീസസ്, മാസ് കൂടുകയാണ് ചെയ്യുന്നത്. ഇലക്ട്രോൺസിന് ആഡ് ചെയ്യുന്നത് കൊണ്ട് ആ ബോഡിയുടെ മാസ് കൂടുന്നു. അതുകൊണ്ട് തന്നെ ഒരു ബോഡി നെഗറ്റീവ്ലി ചാർജ്ഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബോഡിയുടെ മാസ് കൂടുകയാണ് ചെയ്യുന്നത്. സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ബോഡിനെ നെഗറ്റീവ്ലി ചാർജ്ഡ് ആക്കി മാറ്റുന്നത്. സോ പോസിറ്റീവ്ലി ചാർജ്ഡ് ആക്കി മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യുന്നു. നെഗറ്റീവ്ലി ചാർജ്ഡ് ആക്കുക എന്ന് പറഞ്ഞാൽ ആ മെറ്റീരിയലിലേക്ക് ഇലക്ട്രോൺസിനെ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇലക്ട്രോണിൻ്റെ ട്രാൻസ്ഫർ കാരണമാണ് ഏതൊരു ബോഡിക്കും ഇലക്ട്രിഫിക്കേഷൻ ഉണ്ടാകുന്നത്. ദെൻ നമ്മൾ പോസിറ്റീവ്ലി ചാർജ്ഡ് ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് റെഡ്യൂസ് ചെയ്യുന്നു. നെഗറ്റീവ്ലി ചാർജ്ഡ് ആക്കുക എന്ന് പറഞ്ഞാൽ മാസ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. Then a body is said to be electrified or charged whenever it gains or loses of electrons. ഒരു ബോഡി നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ അവിടെ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് ആണ് നടക്കുന്നത്. Then there exist two types of charges. One is positive charge. പോസിറ്റീവ് ചാർജ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, ഡ്യൂ ടു ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഇലക്ട്രോൺ റിമൂവ് ചെയ്യുമ്പോഴാണ് പോസിറ്റീവ്ലി ചാർജ് ആവുന്നത്. ദെൻ നെഗറ്റീവ്ലി ചാർജ് ഉണ്ട് ഡ്യൂ ടു എക്സസ് ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോൺ ആഡഡ് ടു ദ മെറ്റീരിയൽ ആൻഡ് the body get negatively charged. Then next നമുക്ക് ചാർജിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒന്നെങ്കിൽ സ്മോൾ ലെറ്റർ ക്യൂ അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ ക്യൂ വെച്ചിട്ടാണ്. അതിൻ്റെ യൂണിറ്റ് പറയുന്നത് നമ്മൾ കൂളം ആണ് നമ്മൾ പറയുന്ന യൂണിറ്റ്. ദെൻ അതിൻ്റെ സ്റ്റാറ്റ് കൂളം എന്ന് പറയുന്നതാണ് അതിൻ്റെ CGS യൂണിറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമുക്ക് നോക്കാം. നമുക്കറിയാം Q is equal to, നമുക്കറിയാം കറണ്ട് I is equal to Q/T ആണ്. അങ്ങനെയാണെങ്കിൽ Q is equal to കറണ്ട് ഇൻറ്റു ടൈം ആണ്. ഇവിടെ കറണ്ടിൻ്റെ യൂണിറ്റ് ആംബിയർ ആണ്. ദെൻ ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. ഈ ആംബിയർ സെക്കൻഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൂളംബ് എന്ന് പറയുന്നത്. ദെൻ എത്രയാണ് സ്റ്റാറ്റ് കൂളമ്പിൻ്റെ വാല്യൂ എന്നാണ്. സോ ഒരു കൂളംബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 × 10⁻⁹ സ്റ്റാറ്റ് കൂളമാണ് അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് യൂണിറ്റ് എന്നും പറയും, ESU. ഇത്രയുമാണ് ഒരു കൂളമ്പിൻ്റെ വാല്യൂ വരുന്നത് ഇൻ ടേംസ് ഓഫ് CGS. SI CGS കൺവേർഷനിൽ നമുക്ക് യൂസ് ചെയ്യാൻ ചിലപ്പോൾ ഉണ്ടാവും. Then what is the dimension of charge? നമ്മൾ പറഞ്ഞു ചാർജ് Q is equal to IT ആണ്. സോ ഡയമെൻഷൻ ഓഫ് ചാർജ് Q will be equal to then M0 L0 then അവിടെ ആരാണ് T⁻⁴ A എന്ന് പറയുന്നതാണ്, A⁻⁴ എന്ന് പറയുന്നതാണ് ഡയമെൻഷൻ ഓഫ് ചാർജ് വരുന്നത്. ഇത്രയും കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക. Then what is specific properties of charge ആണ്, അതായത് പ്രോപ്പർട്ടീസ് ഓഫ് ചാർജിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിനകത്ത് പ്രധാനമായും നമ്മൾ 3 പ്രോപ്പർട്ടിനെ കുറിച്ചാണ് NCERT ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് നമ്മൾ ഇത് പറഞ്ഞാൽ ചാർജ് ഈസ് എ സ്കെലാർ ക്വാണ്ടിറ്റിയാണ്. ചാർജ് ഒരു സ്കെലാർ ക്വാണ്ടിറ്റിയാണ്. ചാർജിന് നമ്മൾ എന്തില്ല, ഡയറക്ഷൻ കൺസിഡർ ചെയ്യുന്നില്ല. അതിനെ നമുക്ക് ഡയറക്ഷൻ നോക്കേണ്ട ആവശ്യമില്ല. ദെൻ ലൈക്ക് പോയിന്റ് ചാർജസ് ഓൾവേസ് റിപ്പൽ ഈച്ച് അതർ വൈൽ അൺലൈക്ക് പോയിന്റ് ചാർജസ് ഓൾവേസ് അട്രാക്ട് ഈച്ച് അതർ. നമ്മൾ പറഞ്ഞു 2 ടൈപ്പ് ചാർജുകളാണുള്ളത്, ഒന്ന് പോസിറ്റീവ് ചാർജും ഒന്ന് നെഗറ്റീവ് ചാർജും. ദെൻ ലൈക്ക് ചാർജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2 പോസിറ്റീവ് ചാർജുകളെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ 2 ചാർജും തമ്മിൽ റിപ്പൽഷനാണ് ഉണ്ടാകുന്നത്. ദെൻ അതേപോലെ തന്നെ 2 നെഗറ്റീവ് ചാർജുകളെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും അവർ തമ്മിലും എന്താണ്, റിപ്പൽഷനാണ്. ലൈക്ക് ചാർജസ് റിപ്പൽസ് ആണ്. ദെൻ അൺലൈക്ക് ചാർജ് എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജിനെയാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അവർ തമ്മിൽ എന്താണ്, അട്രാക്ഷൻ ആണ് ഉണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയാം like charges repels and unlike charges attract each other. Then നമ്മൾ അടുത്ത പറയുന്നത് എന്താണ്, പോയിന്റ് ചാർജ് എന്നുള്ളതാണ്. If the size of a charged body is very small as compared to the distance between them, we treat them as point charge. നമ്മളിപ്പോൾ ഇവിടെ അട്രാക്ഷന് റിപ്പൽഷൻ്റെ കേസ് പറഞ്ഞില്ലേ, ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ചാർജിൻ്റെ സൈസ് എന്ന് പറയുന്നത്, ചാർജ് ഡിസ്ട്രിബ്യൂഷൻ്റെ സൈസ് എന്ന് പറയുന്നത് ആ 2 ചാർജുകൾ കൺസിഡർ ചെയ്യുമ്പോൾ 2 ചാർജുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറുതാണെങ്കിൽ ആ ചാർജിനെയാണ് നമ്മൾ എന്ത് പറയുക, പോയിന്റ് ചാർജസ് എന്ന് പറയുന്നത്. ദെൻ ഫസ്റ്റ് പ്രോപ്പർട്ടി നമ്മൾ NCERT പറയുന്നത് ചാർജ് ഈസ് അഡിറ്റീവ് എന്നാണ്. നമ്മളൊരു സിസ്റ്റം കൺസിഡർ ചെയ്യാം. സപ്പോസ് ഏതെങ്കിലും ഒരു ബോഡി, ഈ ബോഡിക്കകത്ത് സപ്പോസ് ഒരു Q1 ചാർജ് ഉണ്ട്, ദെൻ Q2 ചാർജ് ഉണ്ട്, ദെൻ ഒരു -Q3 ചാർജ് ഉണ്ട്, എക്സെട്ര. അതേപോലെ തന്നെ Qn ചാർജ് വരെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ സിസ്റ്റത്തിലുള്ള
ടോട്ടൽ ചാർജ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടോട്ടൽ ചാർജ് Q ഇസ് ഈക്വൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഓരോ ചാർജിനെയും നമ്മൾ ഓൾജിബ്രായിക്കലി ആഡ് ചെയ്താൽ മതി വിത്ത് സൈൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കുന്ന സമയത്ത് എത്ര വരും, Q1 പ്ലസ് Q2 പ്ലസ് Q3 എന്ന് പറയുന്നത് നെഗറ്റീവാണ്. സോ നമ്മൾ അവിടെ എന്ത് കൊടുക്കണം, മൈനസ് Q3 പ്ലസ് Q4 എക്സെട്ര അപ് ടു Qn. ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സിസ്റ്റത്തിലുള്ള ടോട്ടൽ ചാർജ് എത്രയാണെന്ന് കിട്ടും. ഈ ഒരു പ്രോപ്പർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ചാർജ് ഈസ് അഡിറ്റീവ് എന്നാണ്. ചാർജ് ഒരു സ്കെലാർ ആയതുകൊണ്ടാണ് നമുക്ക് ഇതേപോലെ എന്ത് ചെയ്യുന്നത്, സിംപ്ലി ഓൾജിബ്രായിക്കലി ആഡ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ നമ്മൾ അവിടെ എന്ത് കൊടുക്കേണ്ടതുണ്ട്, ചാർജിൻ്റെ സൈൻ കൂടെ കൊടുക്കേണ്ടതുണ്ട്. ദെൻ നെക്സ്റ്റ് പ്രോപ്പർട്ടി ഈസ് ചാർജ് ഈസ് കൺസേർവ്ഡ് ആണ്. നമ്മളെപ്പോഴും ഒരു സിസ്റ്റത്തിൻ്റെ ടോട്ടൽ ചാർജ്, ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിൻ്റെ ടോട്ടൽ ചാർജ് എപ്പോഴും എന്തായിരിക്കും, സെയിം ആണ് വരുന്നത്. സോ നമ്മൾ പറയും ടോട്ടൽ ചാർജ് ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഓൾവേസ് റിമെയിൻസ് കോൺസ്റ്റന്റ്. ദിസ് ഈസ് ഓൾസോ കോൾഡ് ആസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ്. നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജിൻ്റെ ബേസിസിലാണ് കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ വരുന്നത്. നമ്മളിപ്പോൾ ഒരു ഹൈഡ്രജനെ കൺസർവ് ചെയ്തു, ഹൈഡ്രജൻ അയോൺ ആക്കി മാറ്റി എന്ന് പറഞ്ഞാൽ H++1 ഇലക്ട്രോൺ എന്ന് പറയും. ഇത് നമ്മൾ എന്തിൻ്റെ ബേസിസിലാണ് എഴുതുന്നത്, കൺസർവേഷൻ ഓഫ് ചാർജിൻ്റെ ബേസിസിലാണ് നമ്മൾ കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ ബാലൻസിങ്ങും ഇക്വേഷൻസ് ഒക്കെ എഴുതുകയൊക്കെ ചെയ്യുന്നത്. റെഡി. ദെൻ നെക്സ്റ്റ് പ്രോപ്പർട്ടി ഈസ് ചാർജ് ഈസ് ക്വാണ്ടൈസ്ഡ് ആണ്. എന്താണ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ബോഡി പോസിറ്റീവ്ലി ചാർജ്ഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമൂവൽ ഓഫ് ഇലക്ട്രോൺ ആണ്, ഒരു ബോഡി നെഗറ്റീവ്ലി ചാർജ്ഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡീഷൻ ഓഫ് ഇലക്ട്രോൺ ആണ്. അങ്ങനെയാണെങ്കിൽ ചാർജ് ക്യാൻ ഹാവ് ഓൺലി ഡിസ്ക്രീറ്റ് വാല്യൂസ് റാദർ ദാൻ എനി വാല്യൂ. ചാർജ് ഓൺ എനി ബോഡി മസ്റ്റ് ബി ആൻ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾസ് ഓഫ് എ ബേസിക് യൂണിറ്റ് ഓഫ് ചാർജ് റെപ്രസെൻറ്റഡ് ബൈ ഇ. സോ ഇൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, ഇലക്ട്രോണിൻ്റെ ചാർജ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ്. സോ ഈ മൈനസ് ഈസ് ഈക്വൽ ടു -1.6 ഇൻറ്റു 10⁻⁻19 കൂളമാണ്. അതേപോലെ പ്രോട്ടോണിൻ്റെ ചാർജിന് നമ്മൾ ഈ സിമ്പിളി ഇ എന്ന് പറയും. ഇ എന്ന് പറയുന്നത് എത്രയാണ് കിട്ടുന്നത്, അതിൻ്റെ നേരെ പോസിറ്റീവ് വാല്യൂ ആണ് 1.6 ഇൻറ്റു 10⁻⁻19 കൂളമാണ്. അങ്ങനെയാണെങ്കിൽ ഏതൊരു ബോഡി ചാർജ്ഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവിടെ ഒന്നെങ്കിൽ അഡീഷൻ ഓഫ് ഇലക്ട്രോൺ ആണ്, അല്ലെങ്കിൽ റിമൂവൽ ഓഫ് ഇലക്ട്രോൺ ആണ്. അതായത് ഇലക്ട്രോൺ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് മച്ച് ഓഫ് ചാർജ് ഈസ് ആഡഡ് ഓർ സബ്സ്ട്രാക്റ്റഡ് ഫ്രം ദാറ്റ് ടോട്ടൽ ചാർജ്. സോ നമ്മൾ എടുക്കുന്ന സമയത്ത് എന്ത് വരും, ഏതൊരു ബോഡിയുടെ ടോട്ടൽ ചാർജ് Q എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾസ് ഓഫ് ബേസിക് ചാർജ് ഇ ആണ്. സോ നമുക്ക് എന്ത് പറയാം, പ്ലസ് ഓർ മൈനസ് NE എന്ന് വരും. ഇവിടെ n എന്ന് പറയുന്ന നമ്പർ എപ്പോഴും എന്തായിരിക്കും, ഒരു ഇൻറ്റിജർ ആണ് വരുന്നത്, either it is positive or negative. സോ നമുക്ക് പറയാം ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് Q is equal to plus or minus NE. അതായത് ഈ ഇലക്ട്രോണിൻ്റെ അഡീഷൻ കൊണ്ടോ അല്ലെങ്കിൽ ഇലക്ട്രോൺ റിമൂവ് ചെയ്യുന്നത് കൊണ്ടോ മാത്രമാണ് ഒരു ബോഡി ചാർജ്ഡ് ആവുന്നത് എന്നുള്ള ഐഡിയയിൽ നിന്നാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത്. റെഡി. ഇത്രയാണ് നമുക്ക് പറയാനുള്ള പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ദെൻ നമുക്കത് വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ചാർജസ് ഈസ് ആർ നോട്ട് പോസിബിൾ. ദെൻ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് Q1 ഈസ് ഈക്വൽ ടു √3e ആണ്. √3e ആണ്. നമുക്കറിയാം ഈ √3 എന്ന് പറയുന്നത് എന്തല്ല, ഇൻറ്റിജർ അല്ല. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചാർജ് എന്തല്ല, നോട്ട് പോസിബിൾ ആണ്, നോട്ട് പോസിബിൾ. ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്, Q2 ഈസ് ഈക്വൽ ടു 48 ഇൻറ്റു 10⁻⁻19 കൂളമാണ്. അപ്പോൾ ഇത് പോസിബിൾ ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമുക്കറിയാം Q2നെ നമുക്ക് എന്ത് എഴുതാം, N ഇൻറ്റു ഇ എന്ന് എഴുതി കൂടെ. അങ്ങനെയാണെങ്കിൽ N ഇൻറ്റു ഇ ഈസ് ഈക്വൽ ടു 48 ഇൻറ്റു 10⁻⁻19 എന്ന് എഴുതി കൂടെ. അങ്ങനെയാണെങ്കിൽ ഇയുടെ വാല്യൂ നമുക്കറിയാം എത്രയാണ്, 1.6 ഇൻറ്റു 10⁻⁻19 അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ N നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. 48 ഇൻറ്റു 10⁻⁻19 ഡിവൈഡഡ് ബൈ 1.6 ഇൻറ്റു 10⁻⁻19 ആണ്. ഇവിടെ എന്ത് സംഭവിക്കുന്നു, 10⁻⁻19 10⁻⁻19 ക്യാൻസൽ ചെയ്യും. 1.6 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 4.8 ആണ്. സോ നമുക്കിത് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 30 ആണ് കിട്ടുക. സോ നമുക്ക് പറയാം 30 എന്ന് പറയുന്നത് എന്താണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 30. N ഈക്വൽ ടു 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻറ്റിജർ ആണ്. സോ അതെന്താണ്, ആ ഒരു ചാർജ് നമുക്ക് എന്താണ്, പോസിബിൾ ആണ്. ഇതെന്താണ്, പോസിബിൾ ആണ്. സെക്കൻഡ് കേസ് പോസിബിൾ ആണ്. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഹിയർ ഇൻ തേർഡ് ക്വസ്റ്റ്യൻ Q3 ഈസ് ഈക്വൽ ടു 3.2 ഇൻറ്റു 10⁻⁻20 കൂളമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം Q3നെ നമുക്ക് എന്ത് എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു NE എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ N ഈസ് ഈക്വൽ ടു എനിക്ക് എന്ത് എഴുതാം, N ഈസ് ഈക്വൽ ടു Q3 ഡിവൈഡഡ് ബൈ ഇ ആണ്. വാല്യൂ ഓഫ് Q3 എന്ന് പറഞ്ഞാൽ 3.2 ഇൻറ്റു 10⁻⁻20 ഡിവൈഡഡ് ബൈ 1.6 ഇൻറ്റു 10⁻⁻19 ആണ്. സോ 1.6 3.2ൽ 2 ടൈംസ് 10⁻⁻19 10⁻⁻20ൽ ക്യാൻസൽ ചെയ്യുമ്പോൾ 10⁻⁻1 വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.2.
0.2 ഓഫ് ഇലക്ട്രിക് ചാർജ് പോസിബിൾ ആണോ? അല്ല. ഇലക്ട്രിക് ചാർജ് ബേസിക് എന്ന് പറയുന്നത് ഈ ആണ്. ഇതിനെ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല? സബ് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. സോ ഇതെന്തല്ല, പോസിബിൾ അല്ല. ഇറ്റ്സ് നോട്ട് പോസിബിൾ ആണ്, നോട്ട് പോസിബിൾ ആണ്. ദെൻ നെക്സ്റ്റ് 1 കൂളംബ് ഓഫ് ചാർജ് പോസിബിൾ ആണോ എന്നുള്ളതാണ്. ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം 1 കൂളംബ് ഓഫ് ചാർജ് എന്ന് പറഞ്ഞാൽ എത്ര ഇലക്ട്രോൺസ് ആണെന്നുള്ള ഒരു ക്വസ്റ്റ്യനും നമ്മൾ കാണാറുണ്ട്. സോ അതൊന്ന് ചെയ്ത് നോക്കാം. സോ ഇവിടെ Q4 എന്ന് പറയുന്നത് എത്രയാണ്? 1 കൂളംബ് ആണ്. സോ Q4 ക്യാൻ ബി റിട്ടൺ ആസ് N into E. Then N is equal to Q4 divided by E ആണ്. സോ Q4 എന്ന് പറഞ്ഞാൽ 1 കൂളം ഡിവൈഡഡ് ബൈ 1.6 into 10⁻⁻19 ആണ്. സോ നമ്മൾ മുകളിലേക്ക് എടുക്കുന്ന സമയത്ത് 10⁻⁻19 മുകളിൽ വന്നാൽ എന്ത് വരും? 10⁻19 ആവും. സോ അതിനെ ഞാൻ എഴുതുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 into 10⁻18 ഡിവൈഡഡ് ബൈ 1.6 ആണ്. സോ 10 ഡിവൈഡഡ് ബൈ 1.6 എന്ന് പറഞ്ഞാൽ എത്ര വരുന്നത്? 6.25 ആണ്. സോ 6.25 ഇൻറ്റു 10⁻18 ഇലക്ട്രോൺസ് ആണ് എന്ത് പറയുന്നത്? 10⁻18 ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് നമുക്കൊരു പോസിബിൾ ആയിട്ടുള്ള ഒരു ഇൻറ്റിജർ ആണ് വരുന്നത്. അതിനെ നമുക്ക് എന്ത് എഴുതാം? 625 ഇൻറ്റു 10⁻16 എഴുതി കൂടെ? അങ്ങനെയാണ് നമുക്ക് എന്താണിത്? പോസിബിൾ ആണ്. അങ്ങനെയാണ് നമുക്ക് പറയാം ദിസ് ഈസ് പോസിബിൾ. ഈ ഒരു കണ്ടീഷൻ എന്താണ്? പോസിബിൾ ആണ്. ഇത് നമുക്ക് ഇത്രയും ഇലക്ട്രോൺസിൻ്റെ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 കൂളം കിട്ടും. അങ്ങനെയാണ് ഇവിടെ നിന്ന് നമുക്കൊരു റിസൾട്ട് ആയിട്ട് പഠിക്കാം. എന്ത് പഠിക്കാം? ഒരു കൂളംബ് ഓഫ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6.25 ഇൻറ്റു 10⁻18 ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്താൽ മതി. റെഡി? ഈ ഒരു കാര്യം നമ്മൾ ഓർത്ത് വെക്കുക. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹൗ മെനി ഇലക്ട്രോൺ മസ്റ്റ് ബി റിമൂവ്ഡ് ഫ്രം എ ബോഡി ടു മേക്ക് ഇറ്റ് ഇലക്ട്രിഫൈഡ് ഓഫ് 3.2 കൂളം ഓഫ് ചാർജ്. സോ നമുക്കറിയാം Q ഈസ് ഈക്വൽ ടു എത്രയാണ്? 3.2 കൂളം ആണ്. അങ്ങനെയാണെങ്കിൽ Qന് എനിക്ക് എന്ത് എഴുതാം? ബൈ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് NE എന്ന് എഴുതാം. അങ്ങനെയാണ് എനിക്ക് എന്ത് എഴുതാം? ഇവിടെ നിന്നും N ഈസ് ഈക്വൽ ടു, എന്നാണ് ചോദിച്ചത് എത്ര ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യണം എന്നാണ് ചോദിച്ചത്. സോ N ഈസ് ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ E ആണ്. അങ്ങനെയാണെങ്കിൽ Qയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3.2 ഡിവൈഡഡ് ബൈ ഇൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1.6 ഇൻറ്റു 10⁻⁻19. 1.6 ഔട്ട് ഓഫ് 3.2 വിൽ ബി 2 and 10⁻⁻19 going to the numerator, it will be 10⁻19. So 2 into 10⁻19 electrons. So 2 into 10⁻19 electrons ട്രാൻസ്ഫർ ചെയ്യുമ്പോഴാണ് ആ ബോഡിക്ക് 3.2 കൂളംബ് ഓഫ് ചാർജ് കിട്ടുന്നത്. ദെൻ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അടുത്തതെന്ന് പറയുന്നത് കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ് ആണ്. On the basis of charge flow, materials are classified into two, conductors and insulators. എന്താണ് കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ? those material which allow electricity to pass through them easily are called conductors. അത് പ്രധാനമായും നമുക്ക് മെറ്റൽസ് ആണ് വരുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ആറ്റം, മെറ്റൽസിൻ്റെ ആറ്റം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ വളരെ വലിയ ആറ്റമാണ് ഉണ്ടാകുന്നത്. അതായത് അവിടെ നമുക്ക് വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ന്യൂക്ലിയസിൽ നിന്നും വളരെ ദൂരെയാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ നമ്മൾ ന്യൂക്ലിയസിൻ്റെ ഇൻഫ്ലുവൻസ്, ന്യൂക്ലിയസിലെ പ്രോട്ടോൺസിന് അവിടെയുള്ള ബാലൻസ് ഷെല്ലിലെ ഇലക്ട്രോൺസിനെ അത്ര കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? അട്രാക്ട് ചെയ്ത് പിടിച്ചു വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ ഇലക്ട്രോൺസ് ആ ഒരു ക്രിസ്റ്റൽ, നമ്മൾ വലിയൊരു ക്രിസ്റ്റലാണ് കൺസിഡർ ചെയ്യുന്നത്, ആ ക്രിസ്റ്റലിനകത്ത് എന്ത് ചെയ്യും? ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ അവൈലബിൾ ആണ്. അത്തരം മെറ്റീരിയൽസിനെയാണ് നമ്മൾ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. ദെൻ ദേ ഹാവ് ഇലക്ട്രിക് ചാർജ് ദാറ്റ് ആർ കമ്പാരിറ്റീവ്ലി ഫ്രീ ടു മൂവ് ഇൻസൈഡ് ദ മെറ്റീരിയൽ. ദെൻ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റൽ ഉണ്ട്, ഹ്യൂമൻ ആൻഡ് അനിമൽ ബോഡീസ്, എർത്തൊക്കെ എന്താണ് ഈ പറയുന്ന കണ്ടക്ടേഴ്സിന് എക്സാമ്പിൾസ് ആണ്. ദെൻ അടുത്ത മെറ്റീരിയൽ എന്ന് പറയുന്നത് എന്താണ്? ഇൻസുലേറ്റേഴ്സ് ആണ്. എന്താണ് ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ? കണ്ടക്ടറിന് നേരെ ഓപ്പോസിറ്റ് ആണ്. ദോസ് മെറ്റീരിയൽസ് വിച്ച് ഓഫർ ഹൈ റെസിസ്റ്റൻസ് ടു ദ പാസേജ് ഓഫ് ഇലക്ട്രിസിറ്റി ത്രൂ ദം. അതായത് ചാർജിൻ്റെ മൂവ്മെൻറ്റിനെ പരമാവധി ഓപ്പോസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ് ആര്? ഇൻസുലേറ്റേഴ്സ്. അതിന് ആ മെറ്റീരിയലിനകത്ത് ചാർജിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത് ഈസി അല്ല, ചാർജ് ഫ്ലോ ചെയ്യില്ല എന്ന് തന്നെ പറയാം. ആർ കോൾഡ് ഇൻസുലേറ്റേഴ്സ്. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഗ്ലാസ്, റബ്ബർ, പ്ലാസ്റ്റിക്, നൈലോൺ, വുഡ്. ഇതിനകത്തൊക്കെ എന്താണ് സംഭവിക്കുന്നത്? ന്യൂക്ലിയസിന് അതിൻ്റെ വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിനെ വരെ അട്രാക്ട് ചെയ്ത് പിടിച്ചു വെക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഇലക്ട്രോൺ എന്ത് ചെയ്യാൻ പറ്റില്ല? പുറത്തേക്ക് മൂവ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല. അത്തരം മെറ്റീരിയൽസിനെയാണ് നമ്മൾ ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് മെത്തേഡ്സ് ഓഫ് ചാർജിങ് ആണ്. എങ്ങനെയാണ് ഒരു ബോഡിനെ നമ്മൾ ചാർജ്ഡ് ആക്കി മാറ്റുന്നത്? അതിൽ നമ്മൾ 3 തരത്തിലുള്ള ചാർജിങ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ചാർജിങ് ബൈ ഫ്രിക്ഷൻ ഓർ ചാർജിങ് ബൈ റബ്ബിങ്. ഇത് മ്യൂച്വൽ കോണ്ടാക്ട് വഴി ഉണ്ടാകുന്ന ചാർജിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുക? ചാർജിങ് ബൈ ഫ്രിക്ഷൻ ഓർ റബ്ബിങ് എന്ന് പറയുന്നത്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഇഫ് വി റബ് വൺ ബോഡി വിത്ത് അനദർ, electrons get transferred from one body to another.
ബോത്ത് ഇൻസുലേറ്റേഴ്സ് ആൻഡ് കണ്ടക്ടേഴ്സ് ക്യാൻ ചാർജ്ഡ് ബൈ ദിസ് മെത്തേഡ്. ഇൻസുലേറ്ററിനെയും കണ്ടക്ടേഴ്സിനൊക്കെ നമുക്ക് ഇതേപോലെ ചാർജ് ചെയ്യാം. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഒരു ഗ്ലാസ് റോഡിനെ കൺസിഡർ ചെയ്യാം. ഒരു ഗ്ലാസ് റോഡ്. ആ ഒരു ഗ്ലാസ് റോഡിനെ ആരുമായിട്ട് റബ്ബ് ചെയ്യുന്നു? സിൽക്ക് ക്ലോത്തുമായി റബ്ബ് ചെയ്യുന്നു. സിൽക്ക് ക്ലോത്ത്. ഇതെന്താണ്? ഗ്ലാസ് റോഡാണ്. ഇവർ തമ്മിൽ റബ്ബ് ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? ഈ ഗ്ലാസ് റോഡിനെ സംബന്ധിച്ചിടത്തോളം ഗ്ലാസ് റോഡിന് പോസിറ്റീവ് ചാർജ് ആവുകയും ഈ സിൽക്ക് ക്ലോത്ത് നെഗറ്റീവ് ചാർജ് ആവുന്നു. അതായത് എന്താണ് സംഭവിച്ചത്? ഗ്ലാസ് റോഡിൽ നിന്നും ഇലക്ട്രോൺസിനെ സിൽക്ക് ക്ലോത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു. സോ ഗ്ലാസ് റോഡ് അക്വയർ എ പോസിറ്റീവ് ചാർജ് ആൻഡ് സിൽക്ക് ക്ലോത്ത് അക്വയർ എ നെഗറ്റീവ് ചാർജ് ആണ്. അപ്പോൾ NCERT കുറച്ച് എക്സാമ്പിൾസ് പറയുന്നുണ്ട്. ഗ്ലാസ് റോഡും സിൽക്ക് ക്ലോത്തും റബ്ബ് ചെയ്യുന്ന കേസ്. ദെൻ വൂളൻ ക്ലോത്തും റബ്ബറും അല്ലെങ്കിൽ ആംബറും പ്ലാസ്റ്റിക്കുമായി റബ്ബ് ചെയ്യുന്ന കേസ്. ദെൻ ഡ്രൈ ഹെയർ ആൻഡ് കോമ്പ്. നമുക്ക് പ്രാക്ടിക്കലി അറിയാവുന്ന നല്ലൊരു എക്സാമ്പിളാണ്. നമ്മൾ കോമ്പ് വെച്ച് ഹെയറിൽ റബ്ബ് ചെയ്ത് വളരെ ടൈനി പേപ്പറിനടുത്തേക്ക് വെക്കുന്ന സമയത്ത് ആ പേപ്പറിനെ അട്രാക്ട് ചെയ്യുന്നത് നമുക്ക് കാണാം. അതും സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ആണ്, അല്ലെങ്കിൽ ഫ്രിക്ഷൻ കൊണ്ടുണ്ടാകുന്ന ഇലക്ട്രിസിറ്റിയാണ് അവിടെ നമുക്ക് ആ ഒരു അട്രാക്ഷൻ കാണിക്കുന്ന പ്രോപ്പർട്ടി ഉള്ളത്. ദെൻ ഈ ഒരു NCERT എക്സാമ്പിൾസ് ആണ്. ഗ്ലാസ് റോഡ് സിൽക്ക് ക്ലോത്തുമായി റബ്ബ് ചെയ്തതിനാൽ ഗ്ലാസ് റോഡ് പോസിറ്റീവ്ലി ചാർജ് ആവും, സിൽക്ക് ക്ലോത്ത് നെഗറ്റീവ്ലി ചാർജ് ആവും. അതേപോലെ വൂളൻ ക്ലോത്ത് നമ്മൾ പ്ലാസ്റ്റിക്കുമായിട്ടാണ് നിന്ന് റബ്ബ് ചെയ്യുന്നതെങ്കിൽ വൂളൻ ക്ലോത്ത് പോസിറ്റീവ്ലി ചാർജ് ആവും, പ്ലാസ്റ്റിക് ഒബ്ജക്റ്റ് എന്ത് ചെയ്യും? നെഗറ്റീവ്ലി ചാർജ് ആവും. ദെൻ ഡ്രൈ ഹെയർ കോമ്പുമായിട്ടാണ് നമ്മൾ റബ്ബ് ചെയ്യുന്നതെങ്കിൽ ഡ്രൈ ഹെയർ എന്ത് ചെയ്യും? പോസിറ്റീവ് ചാർജ് ആവും, കോമ്പ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും? നെഗറ്റീവ്ലി ചാർജ് ആവും. ദെൻ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ പല എക്സാമ്പിൾസ് ആയി കാണുന്നത്. നമ്മൾ മാളുകളിലൂടെ ഒക്കെ നടന്നു പോകുന്ന സമയത്ത് പെട്ടെന്ന് നമ്മളെ തൊട്ടടുത്തുള്ള ആളെ ഒന്ന് ടച്ച് ചെയ്താൽ നമുക്ക് ചെറിയൊരു ഷോക്ക് ഏൽക്കുന്നത് കാണാം. അതെന്താണ്? സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിൻ്റെ ഒരു എക്സാമ്പിളാണ് ഡേ ടു ഡേ ലൈഫിൽ. അതേപോലെ തന്നെ നമ്മൾ രാത്രി ഉറങ്ങുന്ന സമയത്ത് നല്ല വൂളൻ പുതപ്പുണ്ടെങ്കിൽ ആ പുതപ്പിൻ്റെ മുകളിലൂടെ നമ്മളിങ്ങനെ ഈ ഫിംഗേഴ്സ് ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ചെറിയ സ്പാർക്കുകൾ കാണാം. അതും എന്താണ്? സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയുടെ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബൈ റബ്ബിങ്ങിൻ്റെ എക്സാമ്പിൾസ് ആണ്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ചാർജിങ് ബൈ ഇൻഡക്ഷൻ ആണ്. ഇഫ് എ ചാർജ്ഡ് ബോഡി ഈസ് ബ്രോട്ട് നിയർ എ ന്യൂട്രൽ ബോഡി, ദ ചാർജ്ഡ് ബോഡി വിൽ അട്രാക്ട് ഓപ്പോസിറ്റ് ചാർജസ് ആൻഡ് റിപ്പൽ സിമിലർ ചാർജസ് പ്രസൻറ്റ് ഇൻ ദ ന്യൂട്രൽ ബോഡി. As a result of this one side of the neutral body become negative while the other become positive. This process is called electrostatic induction. ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ കൂടുതലായും നമ്മൾ കാണുന്നത് എവിടെയാണ്? മെറ്റൽസിൻ്റെ കേസിലാണ്. അതായത് ഒരു ചാർജ്ഡ് ബോഡി മറ്റൊരു അൺചാർജ്ഡ് ബോഡീൻ്റെ അടുത്ത്, അൺചാർജ്ഡ് മെറ്റാലിക് ബോഡീൻ്റെ അടുത്ത് വരുന്ന സമയത്ത് ആ അൺചാർജ്ഡ് മെറ്റാലിക് ബോഡിയിൽ നിന്ന് എന്ത് സംഭവിക്കുന്നുണ്ട്? ആ അൺചാർജ്ഡ് മെറ്റാലിക് ബോഡിയിൽ ചാർജ് ഇൻഡ്യൂസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. സോ നമ്മളൊരു പോസിറ്റീവ് റോഡിനെ ഒരു ഇൻസുലേറ്റഡ് ആയിട്ടുള്ള ഒരു മെറ്റൽ ബോബിൻ്റെ അടുത്ത് കൊണ്ടുപോവുകയാണെങ്കിൽ ഇവിടെ പോസിറ്റീവ് ചാർജ് വരുന്ന സമയത്ത് ഇവിടെയുള്ള ഇലക്ട്രോൺസിനെ ആര് അട്രാക്ട് ചെയ്യും? ഈ പോസിറ്റീവ് റോഡ് അട്രാക്ട് ചെയ്യും. സോ ഇലക്ട്രോൺസ് എവിടെ വന്ന് അക്യുമുലേറ്റ് ചെയ്യും? നിയർ ദ പോസിറ്റീവ് റോഡ്. അങ്ങനെയാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ആര് വന്നിട്ടുണ്ടാവും? പോസിറ്റീവ് ചാർജ് വന്നിട്ടുണ്ടാവും. ഇനി ഇതേ റോഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നാൽ ഒരു സൈഡിൽ ആരുണ്ട്? നെഗറ്റീവ് ചാർജ് ഉണ്ട്. മറ്റേ സൈഡ് നമ്മൾ ആ ബോഡിനെ എന്ത് ചെയ്യും? നേരെ എർത്തുമായിട്ട് കണക്ട് ചെയ്യും. എർത്തുമായി കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഉള്ള പോസിറ്റീവ് ചാർജിനെ മുഴുവനും ഈ പറയുന്ന എർത്തിൽ നിന്നും ഇലക്ട്രോൺസ് വന്ന് എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്ത് കളയും. ദെൻ നമ്മൾ ആ റോഡ് റിമൂവ് ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന നെഗറ്റീവ് ചാർജ് എന്ത് ചെയ്യും? ഈ റോഡിൽ യൂണിഫോമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, മെറ്റാലിക് ബോഡി ആകുന്ന സമയത്ത് സർഫസിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? ചാർജ് ഉണ്ടാവുള്ളൂ. അകത്തുള്ള ചാർജിന് റിപ്പൽഷൻ കൂടുതലായതുകൊണ്ട് മിനിമം റിപ്പൽഷനിൽ നിൽക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? അവർ മാക്സിമം ഡിസ്റ്റൻസിൽ നിൽക്കുന്നതുകൊണ്ട് സർഫസിലാണ് സ്ഫെറിക്കൽ ബോഡീൻ്റെ കേസിൽ അല്ലെങ്കിൽ മെറ്റൽ ബോഡീൻ്റെ കേസിൽ ചാർജ് നിൽക്കുന്നത്. ദെൻ മറ്റൊരു തരത്തിൽ നമുക്ക് ചാർജിഫിക്കേഷൻ നടത്താം. ദെൻ ഞാനൊരു പോസിറ്റീവ് റോഡിനെ കൊണ്ടുവന്നു. ഞാൻ രണ്ട് ബോഡിനെ ടച്ച് ചെയ്ത് ഇൻ കോണ്ടാക്റ്റ് ആണ്, പക്ഷേ അവർ തമ്മിൽ രണ്ട് ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിലാണത്. ഞാനെങ്കിൽ പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ ഈ ബോഡിയുടെ ഈ എൻഡിൽ എന്ത് വരും? നെഗറ്റീവ് ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്ത് നിർത്തും. നേരെ ഓപ്പോസിറ്റിൽ എന്ത് വരും? പോസിറ്റീവ് ചാർജും ഉണ്ടാവും. ദെൻ ഞാൻ ഇതേ റോഡിൻ്റെ പ്രസൻസിൽ അവർ തമ്മിൽ ചെറിയ സെപ്പറേഷനിലാക്കുക. അങ്ങനെയാണെങ്കിൽ സെപ്പറേഷനിലാക്കി കഴിഞ്ഞാൽ എന്ത് വരും? ഇവിടെ നെഗറ്റീവ് ചാർജും ഉണ്ടാവും, ഇവിടെ എന്ത് ചെയ്യും? പോസിറ്റീവ് ചാർജും ഉണ്ടാവും. ദെൻ ഞാൻ ആ മെറ്റാലിക് റോഡിനെ റിമൂവ് ചെയ്ത് രണ്ടുപേരെയും സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബോഡി എന്ത് ചെയ്യും? നെഗറ്റീവ്ലി ചാർജഡും ആവും, മറ്റേ ബോഡി എന്ത് ചെയ്യും? പോസിറ്റീവ്ലി ചാർജഡും ആവും. ഇതും എന്ത് തന്നെയാണ്? ചാർജിങ് ബൈ ഇൻഡക്ഷൻ ആണ്. ഇൻഡക്ഷൻ ആൻഡ് കണ്ടക്ഷൻ ആണ്. കണ്ടക്ഷൻ എടുത്ത് നമ്മൾ പറയാൻ പോകുന്നു. ദെൻ നെക്സ്റ്റ് ചാർജിങ് ബൈ കണ്ടക്ഷൻ ആണ്. എന്താണ് കണ്ടക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ whenever a charged conductor brought in contact with the other conductor,
ചാർജ് കണ്ടിന്യൂസ്ലി ഫ്ലോസ് ഫ്രം വൺ ടു അനദർ until their potential become equal. This is also called sharing of charge. രണ്ട് മെറ്റാലിക് കണ്ടക്ടേഴ്സിനെ ഒരു വയർ വെച്ചോ അല്ലെങ്കിൽ രണ്ടുപേരെയും കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് പേരുടെയും പൊട്ടൻഷ്യൽ സെയിം ആവുന്നവരെ ചാർജ് ഹയർ പൊട്ടൻഷ്യൽ നിന്നും ലോവർ പൊട്ടൻഷ്യലിലേക്ക് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ചാർജിങ് ബൈ കണ്ടക്ഷൻ. നമ്മൾ സ്ഫെറിക്കൽ ബോഡിൻ്റെ കേസാണ് പറയുന്നതെങ്കിൽ നമ്മളിപ്പോൾ സപ്പോസ് ഒരു R1 എന്ന് പറയുന്ന റേഡിയസ് ഉള്ള ഒരു സ്ഫെറിക്കൽ ബോഡിയുടെ പൊട്ടൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ V is equal to KQ divided by R ആണ്. ഇത് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിലാണ് വളരെ ഡീറ്റെയിൽ ആയി പഠിക്കുന്നത്. ഇവിടെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഇങ്ങനെയാണ് പൊട്ടൻഷ്യൽ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ബോഡിയുടെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ V1 is equal to K into Q1 divided by R1 വരും. രണ്ടാമത്തെ ബോഡിയുടെ V2 is equal to K into Q2 divided by R2 ആണ് പൊട്ടൻഷ്യൽ. അങ്ങനെ ഞാൻ ഇവരൊരു മെറ്റാലിക് വയർ വെച്ച് കണക്ട് ചെയ്തു. അങ്ങനെയാണ് ഇനീഷ്യലി ടോട്ടൽ ചാർജ് എത്രയാണ്, Q ടോട്ടൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്, Q1 പ്ലസ് Q2 ആണ്. അപ്പോൾ വയർ കണക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൺസിഡർ ചെയ്യുന്നു ഫസ്റ്റ് ബോഡിക്ക് ക്യാപിറ്റൽ Q1 ചാർജ് ആണെന്ന് വെക്കുക. ഫസ്റ്റ് ബോഡി ഹാവ് ക്യാപിറ്റൽ Q1 ചാർജ്. ദെൻ ഇവർ നമ്മൾ കണക്ട് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ബോഡിക്ക് എന്തുണ്ട്, ക്യാപിറ്റൽ Q1 ചാർജ് ഉണ്ട്. സെക്കൻഡ് ബോഡിക്ക് ക്യാപിറ്റൽ Q2 ചാർജ് ഉണ്ട്. അങ്ങനെയാണെങ്കിലും ഇവിടെ ടോട്ടൽ ചാർജ് സെയിം അല്ലേ. സോ Q is equal to Q1 പ്ലസ് Q2 ആണ്. അങ്ങനെ രണ്ട് പേരെയും പൊട്ടൻഷ്യൽ സെയിം ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോസ് ഇവർ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ ആളുടെ പൊട്ടൻഷ്യൽ ഞാൻ V1 ഡാഷ് എന്ന് വിളിക്കുകയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു K Q1 ഡിവൈഡഡ് ബൈ R1 ആണ്. രണ്ടാമത്തെ ബോഡിയുടെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ V2 ഡാഷ് എന്ന് വിളിച്ചു. ദാറ്റ് ഈസ് K Q2 ഡിവൈഡഡ് ബൈ R2 ആണ്. അപ്പോൾ ബൈ കോണ്ടാക്ട് ആയി കഴിഞ്ഞാൽ രണ്ട് ബോഡിക്കും സെയിം പൊട്ടൻഷ്യൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V1 ഡാഷ് ഷുഡ് ബി ഈക്വൽ ടു V2 ഡാഷ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് K Q1 ഡിവൈഡഡ് ബൈ R1 ഈസ് ഈക്വൽ ടു K Q2 ഡിവൈഡഡ് ബൈ R2 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, K ക്യാൻസൽ ചെയ്യുമ്പോൾ Q1 ബൈ R1 ഈസ് ഈക്വൽ ടു Q2 ബൈ R2 ആണ് വരുന്നത്. റെഡി? ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ചാർജിനെ കണ്ടുപിടിക്കാം. ഇവിടെ നമുക്ക് റിലേഷൻ Q1 പ്ലസ് Q2 ഈസ് ഈക്വൽ ടു സ്മോൾ Q1 പ്ലസ് Q2 ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ Q1 പ്ലസ് Q2 ആണ്. അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ ബോഡിയിലും ഉണ്ടാകുന്ന ചാർജും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ അതിൻ്റെ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഫൈൻഡ് ഫൈനൽ ചാർജസ് ഓൺ ദ സ്പിയേഴ്സ് വെൻ സ്വിച്ച് S ഈസ് ക്ലോസ്ഡ്. അതായത് ഒരു ബോഡിയിൽ മാത്രമേ ചാർജ് ഉള്ളൂ. ഞാൻ ഇതിനെ Q1 എന്ന് വിളിക്കുന്നു. Q2 എന്ന് പറയുന്നത് ഇനീഷ്യൽ എത്രയാണ്, 0 ആണ്. അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ ഓഫ് Q1 എന്ന് പറഞ്ഞാൽ എത്ര വരും, പൊട്ടൻഷ്യൽ ഓഫ് Q1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ K Q1 ഡിവൈഡഡ് ബൈ R1 ആണ്. പൊട്ടൻഷ്യൽ ഓഫ് Q2 എന്ന് പറഞ്ഞാൽ എത്ര വരും, പൊട്ടൻഷ്യൽ ഓഫ് Q2 0 ആണ്, കാരണം അതിൽ എന്തില്ല, ചാർജ് ഇല്ല. സോ ഇവർ തമ്മിൽ കോണ്ടാക്റ്റിലായി കഴിഞ്ഞാൽ ഇവർ തമ്മിൽ ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ രണ്ട് പേരുടെയും പൊട്ടൻഷ്യൽ സെയിം ആവണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കുന്ന സമയത്ത് കണക്ട് ചെയ്തു, രണ്ട് പേർക്കും ചാർജ് കിട്ടി നോക്കാം. സപ്പോസ് ഇയാൾക്ക് ക്യാപിറ്റൽ Q1 ചാർജും ഇയാൾക്ക് ക്യാപിറ്റൽ Q2 ചാർജുമാണെന്ന് നോക്കാം. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ പൊട്ടൻഷ്യൽ ഓഫ് ഫസ്റ്റ് ബോഡി, V1 ഡാഷ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു ക്യാപിറ്റൽ Q1 ഡിവൈഡഡ് ബൈ R1 ആണ്. V2 ഡാഷ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ K Q2 ഡിവൈഡഡ് ബൈ R2 ആണ് വരുന്നത്. സോ രണ്ടും ഈക്വൽ ആവണം എന്നാണ് പറഞ്ഞത്. ഈക്വൽ ആവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം K Q1 ബൈ R1 ഈസ് ഈക്വൽ ടു K Q2 ബൈ R2 ആണ്. അങ്ങനെയാണെങ്കിൽ K ക്യാൻസൽ ചെയ്തു. സോ Q1 ബൈ R1 ഈസ് ഈക്വൽ ടു Q2 ബൈ R2 എന്ന് കിട്ടി. അങ്ങനെയാണ് നമുക്കറിയാം ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യലി ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് Q ഈസ് ഈക്വൽ ടു Q1 ആണ്. ഇനീഷ്യലി ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് Q ഈസ് ഈക്വൽ ടു Q1 ആണ്, കാരണം Q2 0 ആണ്, Q1 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 60 മൈക്രോ കൂളം. അങ്ങനെയാണെങ്കിൽ ആഫ്റ്റർ കോണ്ടാക്ട് ചെയ്തതിന് ശേഷമുള്ള ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞാൽ Q1 പ്ലസ് Q2 ആണ്. അത് ആർക്ക് തുല്യമായിരിക്കണം, Qക്ക് തുല്യമാണ്. ദാറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു Q1, ദാറ്റ് ഇസ് ആൾസോ ഈക്വൽ ടു 60 മൈക്രോ കൂളമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഓരോന്നിനും കിട്ടുന്ന ചാർജ് നോക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്നും ഈ റിലേഷനിൽ നിന്നും Q2 എന്ന് പറയുന്നത്, ഈ റിലേഷനിൽ നിന്നും Q2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Q1 മൈനസ് ക്യാപിറ്റൽ Q1 എഴുതി കൂടെ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ഒരു വാല്യൂ ഇവിടെ കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് കിട്ടും, Q1 ഡിവൈഡഡ് ബൈ R1 ഈസ് ഈക്വൽ ടു Q2ന് പകരം ഞാൻ ഈ റിലേഷൻ കൊടുക്കുകയാണ്, സ്മോൾ Q1 മൈനസ് ക്യാപിറ്റൽ Q1 ഡിവൈഡഡ് ബൈ R2 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഓരോ വാല്യൂസും നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. സോ
Q1 ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ Q1 ഡിവൈഡഡ് ബൈ R1 ഈസ് ഈക്വൽ ടു സ്മോൾ q1 മൈനസ് ക്യാപിറ്റൽ Q1 ഡിവൈഡഡ് ബൈ R2 ആണ്. അങ്ങനെയാണെങ്കിൽ Q1 ബൈ R1 ഈസ് ഈക്വൽ ടു സ്മോൾ q1 ബൈ R2 മൈനസ് സ്മോൾ ക്യാപിറ്റൽ Q1 ബൈ R2 വരും. ഈ ഒരു ടേം ഞാൻ ലെഫ്റ്റിലേക്ക് എടുക്കുകയാണെങ്കിൽ Q1 ബൈ R1 പ്ലസ് Q1 ബൈ R2 ഈസ് ഈക്വൽ ടു സ്മോൾ q1 ബൈ R2 എന്ന് വരും. അവിടെ നിന്ന് ഞാൻ ക്യാപിറ്റൽ Q1നെ പുറത്തെടുത്തു. Q1 ഇൻറ്റു 1 ബൈ R1 പ്ലസ് 1 ബൈ R2 ഈസ് ഈക്വൽ ടു സ്മോൾ q1 ഡിവൈഡഡ് ബൈ R2 വരും. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്താൽ മതി? എനിക്ക് ക്യാപിറ്റൽ Q1 ആണ് കാണേണ്ടത്. സോ Q1 ഈസ് ഈക്വൽ ടു Q1 ബൈ R2 ഡിവൈഡഡ് ബൈ 1 ബൈ R1 പ്ലസ് 1 ബൈ R2. അങ്ങനെയാണ് വാല്യൂസ് കൊടുക്കുക. Q1 എത്രയാണ്? 60 മൈക്രോ കൂളം ഡിവൈഡഡ് ബൈ R2 എത്രയാണ് വരുന്നത്? 3 സെൻറ്റിമീറ്റർ. സോ 3 ഇൻറ്റു 1 ബൈ 2 പ്ലസ് 1 ബൈ 3 വരും. സോ നമ്മളത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് വരും? 60 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 1 ബൈ 2 പ്ലസ് 1 ബൈ 3 എന്ന് പറഞ്ഞാൽ എത്രയാണ് വരുന്നത്? 3 പ്ലസ് ക്രോസ് ചെയ്യുമ്പോൾ 3 പ്ലസ് 2 5 വരും. ബൈ 6 ഉണ്ട്. ബൈ 6 മുകളിൽ 6 കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ 3 ഔട്ട് ഓഫ് 6 വിൽ ബി 2. ദെൻ 5 ഔട്ട് ഓഫ് 60 വിൽ ബി 12. സോ 24 മൈക്രോ കൂളംബാണ് ഇവിടെ Q1 എന്ന് പറഞ്ഞ ചാർജ് കിട്ടുക. നമുക്കറിയാം Q1 പ്ലസ് Q2 എന്താണ്? Q1 പ്ലസ് Q2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ Q1 ആണ്. അത് 60 മൈക്രോ കൂളമാണ്. അതിൽ ക്യാപിറ്റൽ Q1ൻ്റെ വാല്യൂ എത്ര കിട്ടി? 24 മൈക്രോ കൂളം കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് Q2 കാണാൻ എന്ത് ചെയ്താൽ മതി? Q1 മൈനസ് ക്യാപിറ്റൽ Q1. സോ നമുക്ക് എന്ത് കിട്ടും? 60 മൈനസ് 24 വി വിൽ ഗെറ്റ് 36 മൈക്രോ കൂളം. സോ 36 മൈക്രോ കൂളം എന്ന് പറയുന്നതാണ് Q2 ഉണ്ടാകുന്ന ചാർജ്. സോ Q1ൽ 24 മൈക്രോ കൂളവും Q2വിൽ 36 മൈക്രോ കൂളം ചാർജുമാണ് ആഫ്റ്റർ കണക്ഷൻ. റെഡി? ഇങ്ങനെയാണ് നമുക്ക് ആ ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ് ആണ്. എന്തിനാണ് ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ ചാർജിൻ്റെ പ്രസൻസ് അറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ്. ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ വരുന്നത്. ഒരു മെറ്റൽ നോബ് ഉണ്ടാവും. അതിന് മുകളിൽ ഒരു മെറ്റൽ റോഡ് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അതിന് മുകളിൽ 2 ചെറിയ ഗോൾഡ് ലീവ്സ് നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഒരു നമ്മളൊരു ചാർജ്ഡ് റോഡ് നമുക്ക് അറിയാവുന്ന ചാർജ് വെച്ച് ഇതിനെ ചാർജ് ചെയ്യും. അങ്ങനെയാണ് ഞാനിപ്പോൾ ഇവിടെ പോസിറ്റീവ് ചാർജാണ് കൊടുത്തത്. ഒരു മെറ്റാലിക് റോഡ് വെച്ച് ഒരു പോസിറ്റീവ് ചാർജ് വെച്ച് ജസ്റ്റ് ഞാൻ കോൺടാക്ട് ചെയ്തതിനാൽ ഡ്യൂ ടു കണ്ടക്ഷൻ ഈ പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്യും? ഇതിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. സോ പോസിറ്റീവ് റിപ്പൽഷൻ ആയതുകൊണ്ട് ഈ റോഡ് എന്ത് ചെയ്യും? ഈ പറഞ്ഞ ലീഫ് കുറച്ചൊരു വൈഡായിട്ടാണ് നിൽക്കുക. പോസിറ്റീവ് റിപ്പൽഷനിൽ നിന്ന് കുറച്ച് വൈഡായി നിൽക്കും. അപ്പോൾ എനിക്ക് മറ്റൊരു ബോഡി ഇവിടെ ചാർജ് ചെയ്താണെന്ന് അറിയണം. അങ്ങനെയാണെങ്കിൽ ഓൾറെഡി ഇവിടെ എന്തുണ്ട്? പോസിറ്റീവ് ചാർജ് ഉണ്ട്. ഞാനൊരു പോസിറ്റീവ് ചാർജ്ഡ് റോഡാണ് സപ്പോസ് കൊണ്ടുവരുന്നത് വിചാരിക്കാം. ഇനീഷ്യലി നമുക്കറിയില്ല ഇവിടെ കൊണ്ടുവരുന്ന ബോഡിൻ്റെ ചാർജാണ് നമുക്കറിയാം. പോസിറ്റീവ് ചാർജിനെയാണ് കൊണ്ടുവരുന്നത് നോക്കുക. പോസിറ്റീവ് ചാർജിനാണ് കൊണ്ടുവരുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? ഈ മെറ്റൽ ബോഡിയുടെ തൊട്ടടുത്ത് എന്ത് ചെയ്യും? നെഗറ്റീവ് ചാർജിനെ ഇൻഡ്യൂസ് ചെയ്യും. ആ നെഗറ്റീവ് ചാർജിന് ഈക്വലായ ഒരു പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്യും? ലീഫിലും ഉണ്ടാവും. ഓൾറെഡി ഇവിടെ പോസിറ്റീവ് ചാർജ് ഇല്ലേ? ദെൻ ഇവിടെ പോസിറ്റീവ് ചാർജിൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്നു. നമ്മളൊരു പോസിറ്റീവ് റോഡിനെ കൊണ്ടുവരുന്ന സമയത്ത് ഓപ്പോസിറ്റ് ചാർജ് അല്ലെങ്കിൽ അൺലൈക്ക് ചാർജ് മെറ്റൽ ബോബിലും അതേപോലെ ലൈക്ക് ചാർജ് നമ്മൾ കൊണ്ടുവരുന്ന ബോഡിയുടെ അതേ ചാർജ് എന്ത് ചെയ്യും? ഇതിൻ്റെ ലീഫിലെത്തും. അപ്പോൾ നമ്മൾ ഓൾറെഡി പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിരുന്നു. നമ്മൾ ഈ ബോഡി കൊണ്ടുവന്നപ്പോൾ ചാർജ്ഡ് ബോഡി കൊണ്ടുവന്ന സമയത്ത് എഗെയിൻ ഇവിടെ പോസിറ്റീവ് ചാർജിൻ്റെ കോൺസെൻട്രേഷൻ കൂടി എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യും? വൈഡറായി മാറും. ലീഫ് വൈഡറായി മാറുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇവിടെ നമ്മൾ കൊണ്ടുവന്ന ചാർജ്ഡ് ബോഡി എന്താണ്? പോസിറ്റീവാണ്. നമുക്ക് കൺഫേം ചെയ്യാം. ഇനി ഓൾറെഡി ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്. ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു മെറ്റൽ ബോഡി വെച്ചിട്ട് പോസിറ്റീവ് ചാർജ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ ഒരു ലീഫ് കുറച്ചൊന്ന് വൈഡറായിട്ടാണ് നിൽക്കുന്നുണ്ടാവുക. ദെൻ ഞാനൊരു നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡിയാണ് കൊണ്ടുവരുന്നത് നിൽക്കുക. നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡിയാണ് കൊണ്ടുവരുന്നെങ്കിൽ എന്ത് സംഭവിക്കും? മെറ്റൽ ബോഡിയുടെ തൊട്ടടുത്ത് ഏത് ചാർജ് ഇൻഡ്യൂസ് ചെയ്യും? പോസിറ്റീവ് ചാർജ് ഇൻഡ്യൂസ് ചെയ്യും. പോസിറ്റീവ് ചാർജ് ഇൻഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ലീഫിൽ ഉണ്ടാകുന്ന പോസിറ്റീവ് ചാർജിൻ്റെ എമൗണ്ട് കുറയുകയും ആ ലീഫിലുണ്ടാകുന്ന പോസിറ്റീവ് ചാർജിന് എമൗണ്ട് കുറയും. എമൗണ്ട് കുറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന നമ്പർ ഓഫ് പോസിറ്റീവ് ചാർജിൻ്റെ എണ്ണം കുറഞ്ഞു.
എണ്ണം കുറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജിൻ്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞു. ചാർജിൻ്റെ കോൺസെൻട്രേഷൻ കുറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള റിപ്പൽസീവ് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് കുറഞ്ഞു. റിപ്പൽസീവ് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ ലീഫുകൾ വളരെ ക്ലോസറായി വരികയും ചെയ്യും. അപ്പോൾ ആ ക്ലോസറായി വരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമ്മൾ കൊണ്ടുവന്ന റോഡിൻ്റെ ചാർജ് എന്താണ്? നെഗറ്റീവ് ചാർജഡ് ബോഡിയാണ് നമ്മൾ ഇതിനകത്ത് അടുത്തേക്ക് കൊണ്ടുവന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. റെഡി? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആദ്യത്തെ സെക്ഷനിൽ എടുക്കുന്നത്. എല്ലാം കാര്യങ്ങളും കൃത്യമായി നോക്കി പഠിച്ച് മനസ്സിലാക്കുക. ദെൻ ഈ ക്ലാസ്സിൻ്റെ നോട്ട് ഞാൻ നമ്മളെ കമ്മ്യൂണിറ്റിയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തതിനാൽ നിങ്ങൾക്ക് നോട്ട്സ് കിട്ടും. അതേപോലെ ഡൗട്ട്സ് ഒക്കെ നമ്മളോട് പേഴ്സണലി ചോദിക്കാവുന്നതാണ്. ദെൻ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇതിൻ്റെ ബാക്കി വീഡിയോസ് ഞാൻ അടുത്ത ഒരു ദിവസങ്ങളിലായി ഇടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.